ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഇന്നത്തെ ദിവസം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് പറയാം. ഇന്ത്യ എന്ന് പറയുന്നതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് മഹാരാഷ്ട്ര എന്ന് പറയാം. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ മുംബൈ എന്ന് പറയാം. ഇന്ത്യയുടെ ഫിനാൻസ് ക്യാപിറ്റൽ മുംബൈ എന്ന് പറയാം. ഒരുപാട് മറാത്തീസും ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ഒരുപാട് തമിഴന്മാരും ഒരുപാട് മലയാളികളും തിങ്ങിപ്പാർക്കുന്ന, ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയ സ്പേസിൽ ഒരു ബിഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ലോകത്തിലെ രണ്ടാമത്തെ നാട്. അതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ആൾറെഡി ഏകദേശം 40,000-ലധികം കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു മുംബൈ എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിൽ ഇന്ന് വളരെ വലിയൊരു കൊടുങ്കാറ്റ് ബാധിക്കപ്പെടാമെന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് വളരെ വലിയൊരു കൊടുങ്കാറ്റ്, വളരെ ശക്തിയുള്ളൊരു കൊടുങ്കാറ്റ് ബാധിക്കപ്പെടാം എന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. ഇതാണ് ഇന്ന് മുംബൈയുടെ ഏറ്റവും വലിയൊരു ടെസ്റ്റായിട്ട് ഇരിക്കാൻ പോകുന്നത്. ആൾറെഡി ആ ഒരു കൊടുങ്കാറ്റ് വളരെയധികം ശക്തി പ്രാപിച്ച് മുംബൈ തൊടാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈ കരയെ തൊടാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതൊരു സാധാരണമായിട്ടുള്ളൊരു കൊടുങ്കാറ്റല്ല. മുംബൈയുടെ ചരിത്രത്തിലെ കഴിഞ്ഞ 129 വർഷങ്ങൾക്കിടയിൽ ഇത്രയും വലിയൊരു ശക്തി ആർജിച്ച ഒരു സൈക്ലോൺ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. സോ ഈ ഒരു മുംബൈ എന്ന് പറഞ്ഞ ഈ ഒരു സിറ്റി ഇത്രമാത്രം വലിയ ടവേഴ്സുകളുള്ള, ഇത്രത്തോളം ജനങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ, ഇന്ത്യയിലെ അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു മുംബൈ എന്ന് പറഞ്ഞ ഈ ഒരു സിറ്റിയിൽ ഈ ഒരു സൈക്ലോൺ നിസർഗ എന്ന് പറഞ്ഞ ഈ ഒരു സൈക്ലോൺ ബാധിക്കപ്പെടുന്ന ഈ ഒരു സമയത്ത് മുംബൈ എങ്ങനെ ഈ ഒരു സൈക്ലോണിനെ തടഞ്ഞു നിർത്തും എന്നുള്ള ഒരു കാര്യം ചരിത്രത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ മെയിനായിട്ട് എടുത്ത് പറയപ്പെടുന്നുണ്ട്. സോ ആൾറെഡി നമ്മൾ ഈ ഒരു 2020 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ബുക്കിൽ വളരെ വലിയൊരു ചാപ്റ്റർ ഉള്ള ഒരു വർഷമാണ് ആൾമോസ്റ്റ് എല്ലാവർക്കും പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അംഫൺ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ ഒരു കൊറോണ വൈറസ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ഇറാൻ അമേരിക്ക ഇഷ്യൂ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ആസ്ട്രേലിയയിൽ ഫയർ ഉണ്ടായ കാര്യമാവട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ ആഡ് ചെയ്ത് പോകാം. ഇപ്പോൾ ലാസ്റ്റിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു കാര്യം, അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നിസർഗ എന്ന് പറയുന്ന ഈ ഒരു സൈക്ലോണാണ്. സോ ഈ ഒരു നിസർഗ എന്ന് പറയുന്ന ഒരു സൈക്ലോൺ എന്തുകൊണ്ടുണ്ടായി, ആൻഡ് അതുപോലെ തന്നെ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ ഈ ഒരു അംഫൺ എന്ന് പറയുന്ന ഒരു സൈക്ലോണിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിസർഗ എന്ന് പറയുന്ന ഈ ഒരു സൈക്ലോൺ, സോ ഇതുപോലുള്ള സൈക്ലോൺ റീസെൻ്റ്ലി എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും, അതുപോലെ തന്നെ ഒരുപാട് സൈക്ലോൺസ് ഇങ്ങനെ റീസെൻ്റ്ലി എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സൈക്ലോണിനെ തടഞ്ഞു നിർത്താനായിട്ട് ഇന്ത്യ മുംബൈ എന്തൊക്കെ പ്രിപ്പറേഷൻസുകൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ പ്രിപ്പറേഷൻസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ആൾറെഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുംബൈയിൽ ഈ ഒരു 40,000-ലധികം കൊറോണ വൈറസ് കേസസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രത്തോളം ഈ ഒരു കൊറോണ വൈറസിൻ്റെ ഇഷ്യൂസും മുംബൈയിലുണ്ട്. സോ ഈ ഇത്രത്തോളം വലിയ ഇഷ്യൂ ഉള്ള ഈ ഒരു സമയത്ത് ഇതിനെയൊക്കെ മുംബൈ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് അതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഓക്കെ, സൂപ്പർ. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുംബൈയുടെ ആ ഒരു റെക്കോർഡ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ എ സെഞ്ചുറി ആയിട്ട്, അതായത് കഴിഞ്ഞൊരു 129 വർഷമായിട്ട് ഒരു സൈക്ലോൺ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. മുംബൈ മഹാരാഷ്ട്ര ആ ഒരു ഏരിയയിൽ ഒരു സൈക്ലോൺ പോലും ബാധിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. സോ നമ്മൾ മെയിനായിട്ട് ഈ ഒരു സൈക്ലോൺ എന്നുള്ള ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, അതുപോലെ തന്നെ ഈ ഒരു ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, അതുപോലെ ഈ ഒരു ബേ ഓഫ് ബംഗാൾ, ആ ഒരു ഏരിയയിലേക്കാണ് അധികമായിട്ട് ഈ ഒരു സൈക്ലോൺ വരാറ്. ബട്ട് ഈ ഒരു അറേബ്യൻ സീയിൽ ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ, ഒരു സൈക്ലോൺ രൂപപ്പെട്ട് കഴിഞ്ഞാലും അത് മെയിനായിട്ട് ഈ ഒരു മുംബൈ, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഈ ഒരു കേരളം, ആ ഒരു ഏരിയയിലോട്ടൊന്നും വരാത്ത രീതിയിൽ ഈ ഒരു അറേബ്യൻ സീയിൽ ഉണ്ടാകുന്ന ആ ഒരു സൈക്ലോൺ നേരെ മിഡിൽ ഈസ്റ്റിലോട്ട് പോകാറുണ്ടെന്ന് പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒമാൻ, അതുപോലെ തന്നെ സൗദി അറേബ്യ, ആ ഒരു ഏരിയയിലൊക്കെ പോകാറുണ്ട് എന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഈ ഒരു അറേബ്യൻ സീയിൽ ഇങ്ങനെ ഒരു സൈക്ലോൺ രൂപപ്പെട്ടിട്ട് അത് വളരെ വലിയൊരു സൈക്ലോണായിട്ട് മാറി, വളരെ വലിയൊരു ശക്തി പ്രാപിച്ച ഒരു സൈക്ലോണായിട്ട് മാറിയിട്ട് മുംബൈയെ നോക്കി, അല്ലെങ്കിൽ മുംബൈ എന്ത് ചെയ്യുന്നുണ്ട്, തൊടാനായിട്ട് വളരെ ശക്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്നത്തെ ന്യൂസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മെയിനായിട്ട് മനസ്സിലാവും മുംബൈയുടെ കര തൊടാറായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു സൈക്ലോൺ വളരെ ശക്തിയായിട്ട് മുംബൈയെ ബാധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുംബൈ തൊടാൻ വേണ്ടിയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് മുംബൈ മാത്രമല്ല, മുംബൈയുടെ അല്ലെങ്കിൽ ആ ഒരു മഹാരാഷ്ട്രയുടെ ആ ഒരു ടോട്ടൽ കോസ്റ്റ് ലൈനും കഴിഞ്ഞ് ഗുജറാത്ത് ആ ഒരു സ്റ്റേറ്റിൻ്റെ ഏരിയയിലും ആ ഒരു ലൈനിലേക്കും വളരെ വലിയ രീതിയിൽ ബാധിക്കപ്പെടാം എന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മൾ മെയിനായിട്ട് ഈ മുംബൈയിലുള്ള കൊറോണ വൈറസിൻ്റെ കേസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെയധികം രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരളവിലാണ് രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മുംബൈ മഹാരാഷ്ട്ര അവിടെയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ഈ ഒരു കൊറോണ വൈറസ് ബാധിച്ച പേഷ്യൻസിനെയൊക്കെ കിടത്താൻ ബെഡില്ലാത്ത രീതിയിൽ അവരെയൊക്കെ തറയിൽ കിടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ ഒരു രീതിയിൽ വളരെ രൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുംബൈയിലെയും ഈ ഒരു മഹാരാഷ്ട്രയിലൊക്കെ ഈ ഒരു കൊറോണ വൈറസിൻ്റെ കേസസുകൾ അത്രത്തോളം രൂക്ഷമായി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അത്രത്തോളം പാൻഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മുംബൈയിൽ. ആൻഡ് അതുപോലെ തന്നെ മുംബൈയുടെ ഒരു ധാരാവി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ധാരാവി എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയാണെന്നുള്ള ഒരു കാര്യമൊക്കെ അറിയാം. അതായത് അത്രത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം, ഒരു വളരെ ചെറിയൊരു പ്ലേസിൽ അത്രമാത്രം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ ഒരു ധാരാവി എന്ന് പറയുന്ന സ്ഥലത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അത്രത്തോളം അളവിൽ വളരെ വലിയ രീതിയിൽ ഈ ഒരു കൊറോണ വൈറസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു കൊറോണ വൈറസ് ഇത്രമാത്രം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്, ഈ ഒരു സിറ്റുവേഷനിൽ ഇതേ സമയത്ത് ഇതുപോലൊരു സൈക്ലോൺ, ഇത്ര വലിയൊരു സൈക്ലോൺ വരിക എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ തന്നെ അത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, വളരെ വലിയൊരു ദുർനിമിത്തമാണെന്ന് ഞാൻ പറയാം. എന്നാലും കുറച്ചുകൂടെ ആഴത്തിലിറങ്ങി നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 70,000 കേസസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുംബൈയിൽ എന്ന് പറയപ്പെടുന്നുണ്ട്. സോറി, ഞാൻ ആദ്യം 40,000 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 40,000 അല്ല, സോറി, ഒരു
മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു. 70,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിനെക്കാട്ടിയും അധികമായിട്ട് കേസസുകൾ റിപ്പോർട്ട് ചെയ്യാം, അധികമായിട്ട് കേസസുകൾ സ്പ്രെഡ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ ഗുജറാത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിൽ ഏകദേശം ആൾറെഡി 80,000 അടുപ്പിച്ച് കേസസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. സോ ഈ ഒരു സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. എത്രമാത്രം നാശനഷ്ടങ്ങൾ വരുമെന്ന്, എത്രമാത്രം ജനങ്ങൾ കഷ്ടപ്പെടുന്നു, എത്രമാത്രം ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ച് നോക്കി അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. സോ ഇതുപോലുള്ള വളരെ ശക്തി പ്രാപിച്ചിട്ടുള്ള ഒരു സൈക്ലോൺ ഈ ഒരു മഹാരാഷ്ട്ര തീരത്തിനെ തൊടാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമുക്ക് ന്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂസിലൊക്കെ എടുത്ത് പറയുന്നൊരു കാര്യം തന്നെയാണ്. മഹാരാഷ്ട്ര തീരത്തിന് തൊടാറായിട്ടുണ്ട്, തൊടാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മുംബൈയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2 crore ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ് ഈ ഒരു മുംബൈ എന്ന് പറയുന്നത്. ആ ഒരു സിറ്റി എന്ന് പറയുന്നത് 2 crore ജനങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ അധികം ഈ ഒരു ഡൈവേഴ്സിറ്റി ഉള്ള നാട് മുംബൈ എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇമ്പാരിറ്റി എന്ന് പറയാം. അതായത് സോ റിച്ച് ഗെറ്റ് റിച്ചർ അല്ലെങ്കിൽ പുവർ ഗെറ്റ് പുവർ, റിച്ച് ഗെറ്റ് റിച്ചർ പുവർ ഗെറ്റ് പുവർ എന്ന് പറയുന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു നാടാണ് ഈ ഒരു മുംബൈ എന്ന് പറയുന്നത്. അതായത് മുംബൈയിലുള്ളൊരു അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു നാടാണ് ഈ ഒരു മുംബൈ എന്ന് പറയുന്നത്. മുംബൈയിലുള്ള ഒരു 1 BHK ഫ്ലാറ്റ് മേടിക്കണമെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിലുള്ള വളരെ വലിയൊരു പണക്കാരനും അത് തന്നെ വളരെ വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അത്രമാത്രം റിയൽ എസ്റ്റേറ്റ് കോസ്റ്റ് ഉള്ളൊരു നാടാണ് മുംബൈ എന്ന് പറയുന്നത്. ഒരു സൈഡിൽ അത്രമാത്രം പാവപ്പെട്ട ആൾക്കാരുണ്ട്, മറ്റൊരു സൈഡിൽ ഈ ഒരു അംബാനിയെ പോലുള്ള പണക്കാരുണ്ട്. അംബാനിയും ഈ ഒരു മുംബൈയിൽ തന്നെയാണ്, ഒരു സൈഡിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ ഒരു സിറ്റിയുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പോവർട്ടിയാണ്. അതായത് ഇതുപോലെ ഒരു വലിയൊരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള വീടിൻ്റെ കൂര അടക്കം എല്ലാം തട്ടിത്തെറിപ്പണമാക്കി കൊണ്ടുപോയി നിരപ്പണമാക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം 70th സെഞ്ചുറിയിൽ വലിയൊരു സൈക്ലോൺ മുംബൈയിൽ വന്നിട്ടുണ്ടായിരുന്നു. 70th സെഞ്ചുറിയിൽ അന്ന് ആ ഒരു സൈക്ലോൺ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പോർച്ചുഗീസ് ട്രാവലർ അതിനെപ്പറ്റി എഴുതി കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിനെ കൊടുങ്കാറ്റ് കരയിൽ കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, കടലിനെ കൊടുങ്കാറ്റ് കരയിൽ കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം രൂക്ഷമായിരുന്നു 70th സെഞ്ചുറിയിൽ ഒരു കൊടുങ്കാറ്റ് വന്ന സമയത്ത്, ഒരു വലിയൊരു സൈക്ലോൺ വന്ന സമയത്ത്. അതിനുശേഷം ഇപ്പോഴാണ് ഒരു വലിയൊരു സൈക്ലോൺ വരാൻ പോകുന്നത്. ഈ ഒരു നിസർഗ എന്ന് പറയുന്ന ഈ ഒരു സൈക്ലോൺ വരാൻ പോകുന്നത്. ഇത് വളരെ വലിയ രീതിയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു കൊടുങ്കാറ്റായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. ഓക്കെ, അന്ന് ആ ഒരു സമയത്ത് ഈ ഒരു കൊടുങ്കാറ്റ് വന്ന സമയത്ത് ഏകദേശം 54 lakh എങ്ങാണ്ട് ഉള്ളായിരുന്നു മുംബൈയുടെ പോപ്പുലേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇപ്പോൾ അത് 4 മടങ്ങായിട്ട് കൂടിയിരിക്കുകയാണ്, 2 crore ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഇനി നമ്മൾ ഈ ഒരു ഗുജറാത്തിൻ്റെ കോസ്റ്റ് ലൈനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ഏകദേശം 20,000 ജനങ്ങളെയൊക്കെ ഈ ഒരു ഗുജറാത്തിൻ്റെ ആ ഒരു ഏരിയക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിന്ന് മാറ്റി ഉള്ളിലോട്ട് മാറ്റിക്കൊണ്ട് പോയി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് പക്ഷേ അത് അത്രത്തോളം ഈസി ആയിട്ട് മുംബൈയിൽ ചെയ്യാൻ കഴിയില്ല. അത്രത്തോളം ഈസി ആയിട്ട് മുംബൈയിൽ നിന്നും ആൾക്കാരെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിൽ അത്രത്തോളം ക്രൗഡായിട്ടാണ്, അത്രത്തോളം ആൾക്കാർ കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്, അത്രത്തോളം ജനക്കൂട്ടമുള്ള, അത്രത്തോളം പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റിയാണ് മുംബൈ എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു മുംബൈയിൽ ഈ ഒരു ബീച്ചിൻ്റെയൊക്കെ സൈഡിൽ പാവപ്പെട്ടവരാണെങ്കിലും പണക്കാരാണെങ്കിലും അവർക്ക് ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ താമസിക്കുന്ന ഒരു ശീലമുണ്ട്. അത് മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു തിങ്കിങ് വെച്ചിട്ട് മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ബട്ട് ഈ ഒരു മുംബൈയിൽ ഇപ്പോൾ ഷാറൂഖ് ഖാൻ ആണെങ്കിലും അംബാനി ആണെങ്കിലും അതുപോലെ ഇതൊക്കെ പണക്കാരനാണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു ദരിദ്രനാണെങ്കിലും അതുപോലെ ദരിദ്രന്മാരും അതുപോലെ തന്നെ ഈ ഷാറൂഖ് ഖാനും അംബാനിയെ പോലത്തെ പണക്കാരൊക്കെയും ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ താമസിക്കുന്ന ഒരു ശീലമുണ്ട്. അവരെയൊക്കെ ഈ ഒരു ഇവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടത്തൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മാറണം എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ബട്ട് എങ്കിലും ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ മീൻ പിടിക്കാൻ ആരും ഇറങ്ങരുത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു പ്രശ്നം ആയതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊറോണ വൈറസൊക്കെ ആൾറെഡി ഒരുപാട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആൾറെഡി അവിടെ ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ സ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ബട്ട് ഇപ്പോൾ അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഗവൺമെൻറ്റ്സ് ഒക്കെ ഈ ഒരു അവിടെയുള്ള ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ള പാവപ്പെട്ടവർക്കൊക്കെ അവിടെ താമസിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കൊടുത്ത് വേറൊരു വലിയ സ്ഥലത്തോട്ടൊന്ന് മാറാനോ അല്ലെങ്കിൽ ഈ ഒരു ക്യാഷ് കൊടുത്തിട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറാനോ പണക്കാരെ കണക്ക് മാറാനോ അതിനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും അവിടെയുള്ള ആൾക്കാർക്കൊന്നുമില്ല, പാവപ്പെട്ടവർക്ക്. കാരണം അത്രത്തോളം പാവപ്പെട്ട ആൾക്കാരാണ്. അവരെയൊക്കെ അവിടെ താമസിപ്പിക്കാത്ത രീതിയിൽ അവിടെ നിന്നും കാരണം അവരെയൊക്കെ അവിടെ താമസിപ്പിക്കാൻ കഴിയില്ല. ഈ ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു പോകും. ആരും ഇല്ലാത്ത രീതിയിൽ മിച്ചം കിട്ടാത്ത രീതിയിൽ എല്ലാവരും മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഒരു ക്യാമ്പ് സെറ്റ് ആക്കിയിട്ട് ആ ഒരു ക്യാമ്പിലേക്ക് എല്ലാവരും കൂട്ടമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഗവൺമെൻറ്റ്സിനെ കൊണ്ട് അത്രമാത്രമല്ലേ കഴിയുള്ളൂ. പക്ഷേ അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ വളരെയധികം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഇങ്ങനെ ആൾക്കാരെ കൂട്ടമായിട്ട് ഈ ഒരു ക്യാമ്പിനുള്ളിലൊക്കെ കൊണ്ടിരുത്തുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു വൈറസിന് സ്പ്രെഡ് ആവാനുള്ള ഒരു പെർഫെക്റ്റ് കണ്ടീഷനാണ് അത്, കറക്റ്റ് അല്ലേ? സോ ഇതുപോലുള്ള ഒരു വൈറസിനൊക്കെ സ്പ്രെഡ് ആവാനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ വൈറസൊക്കെ വളരെ വലിയ രീതിയിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം എടുത്ത് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുംബൈയിലെ എയർപോർട്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് എയർപോർട്ടുകളിൽ ഒരു എയർപോർട്ടാണ് ഈ ഒരു മുംബൈയിലെ എയർപോർട്ട്.
അവിടെയുള്ള ഒരു ഫ്ലൈറ്റ്സൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി അവിടെയുള്ള ഒരു ഹോസ്പിറ്റൽസിനൊക്കെ അതുപോലെ ഈ ഒരു ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾറെഡി അവിടെ റെഡ് അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു ഹൈ അലേർട്ട് കൂടെ കൊടുത്തിരിക്കുകയാണ് അവിടെയുള്ള ഹോസ്പിറ്റൽസിന്. ഇതുപോലൊരു സിറ്റുവേഷനിൽ മുംബൈയിൽ ഈ ഒരു 70,000-ത്തിലധികം ഈ ഒരു കൊറോണ വൈറസ് കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു വെന്റിലേറ്റേഴ്സ് ആണെങ്കിലും ഈ ഒരു ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഇതെല്ലാം വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഒരു സെഞ്ചുറിയിൽ അവർക്ക് ഇതുവരെയും ഒരു സൈക്ലോണിൻ്റെ കാര്യം പോലും റെക്കോർഡ് ഹിസ്റ്ററിയിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഈ ഒരു സമയത്ത് അവർ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു സൈക്ലോൺ വരുന്ന സമയത്ത്, ആൾറെഡി ഒരു സൈക്ലോൺ വന്ന നാടാണെങ്കിൽ പോലും അവർ അടുത്തൊരു സൈക്ലോൺ വരുന്ന സമയത്ത് അത് വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ മൊത്തത്തിൽ ടോട്ടലായിട്ട് പ്രിപ്പയർഡ് ആവുന്നത്. ബട്ട് ഇതുവരെയും ഒരു സൈക്ലോൺ പോലും കണ്ടിട്ടില്ലാത്ത ആ ഒരു നാട് എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊന്നും നമുക്കറിയില്ല. അതൊക്കെ നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എത്രമാത്രം പ്രിപ്പയർഡ് ആയിട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊന്നും ഞാൻ പ്രോപ്പറായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ബട്ട് എങ്കിലും അവിടെയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ഈ ഒരു ഇലക്ട്രിസിറ്റിയൊക്കെ മാക്സിമം അവർ ബാക്കപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കൊറോണ വൈറസ് ഒക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഹോസ്പിറ്റൽസിൽ ഈ ഒരു വെന്റിലേറ്റേഴ്സിൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം രൂക്ഷമാകും എന്നുള്ളൊരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അവിടെയുള്ളൊരു കൊറോണ ഹോസ്പിറ്റൽസിലൊക്കെ തന്നെ ഉണ്ട്, കൊറോണ കേസ് ചികിത്സിക്കുന്ന ഈ ഒരു കൊറോണ വൈറസ് ഹോസ്പിറ്റൽസിലൊക്കെ തന്നെ അതൊക്കെ ഫുള്ളായതുകൊണ്ട് തന്നെ അവിടെ ആൾറെഡി ഉള്ള ഒരു നോൺ കൊറോണ വൈറസ് ഹോസ്പിറ്റൽസൊക്കെ തന്നെ ഒരു കൊറോണ വൈറസ് ഹോസ്പിറ്റൽസ് ആയിട്ട് മാറ്റുന്നുണ്ട് അവിടെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽസൊക്കെ. കാരണം അത്രത്തോളം അളവിൽ ഈ ഒരു കേസസിൽ അവിടെ ഇൻക്രീസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും ഒരു ബാധിപ്പ് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അംഫൺ എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ സിറ്റീസിനൊന്നും ആ ഒരു കൊടുങ്കാറ്റ് വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ലായിരുന്നെങ്കിലും അവിടെ നൂറുകണക്കിന് ജനങ്ങൾ മരിച്ചു എന്നുള്ളൊരു കാര്യം, മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എത്രത്തോളം നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, എത്രമാത്രം അളവിലാണ് നാശനഷ്ടങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $13.4 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ഒരു നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. സോ ഇതുപോലും വളരെ രൂക്ഷമായിട്ടുള്ളൊരു കൊടുങ്കാറ്റായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇതിനെക്കാട്ടി പവറുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് ഇത്രയും വലിയൊരു പോപ്പുലേഷനുള്ള ഈ ഒരു മുംബൈ പോലുള്ളൊരു സിറ്റി, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇന്ത്യയിലുള്ള മിക്ക കമ്പനീസുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഈ ഒരു മുംബൈയിലാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മുംബൈയാണ് ഇന്ന് എല്ലാ നാടുകളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഡെൻസ് ആയിട്ടുള്ള ഒരു പ്ലേസ്, വേൾഡിലെ തന്നെ സെക്കൻഡ് ലിസ്റ്റിലുള്ള ഒരു നാടാണ് ഈ ഒരു മുംബൈ എന്ന് പറയുന്നത്. സോ ഈ ഒരു നാട്ടിൽ ഇതുപോലുള്ള ഒരു സൈക്ലോൺ വരുന്ന സമയത്ത് എത്രമാത്രം രൂക്ഷമായിരിക്കും നമുക്ക് ചിന്തിച്ച് നോക്കാൻ പോലും കഴിയില്ല. കാരണം ഇന്റർനാഷണൽ ലെവൽ എല്ലാ നാടുകളും ഇപ്പോൾ ഈ മുംബൈയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ആൾ പ്രേ, നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ആൻഡ് ഈ ഒരു സമയത്ത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംശയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ ആൾറെഡി ഈ ഒരു ഇടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് ഈ ഒരു അംഫൺ ഈ ഒരു ബേ ഓഫ് ബംഗാളിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും പെട്ടെന്ന് എന്തുകൊണ്ട് ഈ ഒരു അറേബ്യൻ സീൽ ഇതുപോലെ 129 വർഷത്തിന് ശേഷം ഇത്രമാത്രം ശക്തി പ്രാപിക്കുന്ന വളരെ വലിയൊരു സൈക്ലോൺ, ഈ ഒരു നിസർഗ എന്ന് പറയുന്ന ഈ ഒരു സൈക്ലോൺ എന്തുകൊണ്ട് ഈ ഒരു അറേബ്യൻ സീയിൽ ഫോം ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഹെരിക്കെയിൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിലിരുന്ന് നമ്മൾ ഇത്ര പെട്ടെന്നൊന്നും ഇങ്ങനെ ഒരു സൈക്ലോൺസ്, വെള്ളപ്പൊക്കങ്ങളൊക്കെ ഇങ്ങനെ അടിക്കടിക്ക് വരും എന്നുള്ളൊരു കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ലായിരുന്നല്ലോ. ബട്ട് ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ അടിക്കടിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരുപാട് പേർക്ക് അതൊരു വലിയൊരു ബിഗ് ചോദ്യമായിട്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിലുള്ള കടലിനകത്തുള്ള വാട്ടർ ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ലോകത്തിലുള്ള ഫുൾ കടലിനുള്ളിലെയും കടലിലുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം എടുത്ത് പറയപ്പെടുന്നുണ്ട്. സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പാരലായിട്ട് ഒരു സൈഡിൽ ഈ ഒരു വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, മറ്റൊരു സൈഡിൽ ഈ ഒരു ഹെരിക്കെയിനും അതുപോലെ തന്നെ ഈ ഒരു സൈക്ലോൺസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫോം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. നാഷണൽ ലെവലിലാണ് ഇങ്ങനെ ഫോം ആവുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോറിലേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കടലിലെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇതുപോലെ ഹെരിക്കെയിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു സൈക്ലോൺസ് ആണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫോം ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആൻഡ് അതുപോലെ തന്നെ ഇത്ര നാൾ ഈ ഒരു അറേബ്യൻ സീൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ ഒരു സൈക്ലോൺസ് ഒക്കെ അത് നേരെ മിഡിൽ ഈസ്റ്റ് ഏരിയയിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ ഈ ഒരു സൈക്ലോൺസ് ഒക്കെ എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, കാരണം നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള കടലിലെ വാട്ടറൊക്കെ ടെമ്പറേച്ചർ വളരെയധികം ഹൈ ആവുന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് ഈ ഒരു സൈക്ലോൺസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടൊക്കെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലായിട്ട് ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് എന്നൊരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ മുമ്പേ കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി അറിയാം ഈ ഒരു അന്റാർട്ടിക്കയിലും ആർട്ടിക്കിലൊക്കെ ഉള്ള മഞ്ഞുകട്ടകളും അതുപോലെ തന്നെ മലകളും അതുപോലെ തന്നെ അവിടെയുള്ള പോളാർ ബിയറൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഈ ഒരു മഞ്ഞുമലകൾ ഉരുവുന്നതാവട്ടെ അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞുകട്ടകൾ ഉരുവുന്നതാവട്ടെ അവിടെ ഈ ഒരു പോളാർ ബിയറൊക്കെ നശിക്കുന്നതാവട്ടെ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം, ഓക്കെ ഈ ഒരു
അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലൊക്കെ ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മഞ്ഞുമലകൾ ഉരുകുന്നതുകൊണ്ട് അവിടെയുള്ള ഒരു പോളാർ ബിയറൊക്കെ നശിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. ബട്ട് നമ്മുടെ നാട്ടിലുള്ള ഓരോരോ മരങ്ങളെ നശിപ്പിക്കുന്നതാവട്ടെ, നമ്മുടെ നാട്ടിലെ നേച്ചറിനെ നശിപ്പിക്കുന്നതാവട്ടെ, നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റിനെ നശിപ്പിക്കുന്നതാവട്ടെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ആസ്ട്രേലിയയിൽ ഈ ഒരു ഫയർ ഉണ്ടായതാവട്ടെ, അതുപോലെ തന്നെ ഈ ഒരു ആമസോൺ കാടുകൾ നശിച്ചതാവട്ടെ, അതുപോലെ തന്നെ ഇതിലൊരു വളരെ അയോണിക്കായിട്ടുള്ളൊരു മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുംബൈയുടെ ഒരു സിറ്റിക്കുള്ളിൽ വളരെ ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റ് കണക്കത്തെ വളരെ കാട് കണക്കത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയയ്ക്ക് എന്താണ് സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ 2019 മെട്രോ വന്ന സമയത്ത് ഈ ഒരു കാറിനെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയയെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയയെ കശാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതുകൊണ്ടാണ് ഈ ഒരു കാര്യം വന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നില്ല. ബട്ടെങ്കിൽ ഇത് ഒരു എക്സാമ്പിളാണ്. കാരണം ഇന്റർനാഷണൽ ലെവലിൽ ഇങ്ങനെ ഫോറസ്റ്റിനെ നേച്ചറിനെയൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നത് കൊണ്ട് അതൊരു കാടാണെങ്കിലും അതുപോലെ തന്നെ ഒരു മരമാണെങ്കിലും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പുൽച്ചെടിയാണെങ്കിലും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുളമാണെങ്കിലും ഒരു മഴയെ ബഹുമാനിക്കാത്ത രീതിയിൽ, ഒരു തണ്ണീരിനെ ബഹുമാനിക്കാത്ത രീതിയിൽ, അതുപോലെ തന്നെ ഒരു നേച്ചറിനെ ബഹുമാനിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ നേച്ചറിനെ നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഒരു പ്രോപ്പറായിട്ടുള്ള എക്കോളജിക്കലായിട്ടൊരു കാര്യത്തിന് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നറിയാത്ത രീതിയിൽ എന്താണ് ഒരു കൺസർവേഷൻ നോളജ് ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഇതൊരു ബിഗിനിങ് സ്റ്റേജ് മാത്രമാണ്. ഈ ഒരു ഹരിക്കെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ ഹെരിക്കെയിൻ ആണെങ്കിലും ഈ ഒരു സൈക്ലോൺ ആണെങ്കിലും ഇതിനെക്കാട്ടിയും വലിയൊരു രീതിയിൽ വരാമെന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാടിനെ വെച്ചുപിടിപ്പിക്കണം, ഈ ഒരു ഫോറസ്റ്റിനെ നമ്മൾ നോക്കണം, നേച്ചറിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് റിപ്പോർട്ട്സുകൾ പറയപ്പെടുന്നുണ്ട്. സോ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊരു ചാൻസ് ഇതായിരിക്കാം സാധ്യത എന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. സോ അത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സമയത്ത് ഞാൻ മെയിനായിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഭാവിയിൽ ഒരുപാട് സ്ഥലങ്ങൾ മേടിക്കാം, ഒരു വീട് വെക്കാം, ഒരു കാടിനെ നശിപ്പിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ മെയിനായിട്ട് നമ്മളൊരു ചെറിയൊരു പ്രോമിസ് മാത്രം എടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാടാണെങ്കിലും ഒരു മരമാണെങ്കിലും അതുപോലെ തന്നെ ഒരു ചെടിയായിരിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുളമായിരിക്കാം, ഇങ്ങനെയുള്ളൊരു നേച്ചറിനെ ഒന്നും നമ്മൾ നശിപ്പിക്കാത്ത രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് വിച്ചെവർ വേ ഇറ്റ് ഈസ്, അതായത് അതിനെ പ്രോപ്പറായിട്ട് കൺസർവ് ചെയ്തുകൊണ്ട് നേച്ചറിനെ എന്ത് ചെയ്യുന്നു ഒരു പ്രോപ്പറായിട്ട് ബഹുമാനിച്ചുകൊണ്ട് ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയാറില്ല, അതായത് അതിനെന്ത് ചെയ്യുന്നു അതിപ്പോൾ ഒരു ചെടിയാണെങ്കിലും അതുപോലെ തന്നെ ഒരു മരമാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ഥലമാണെങ്കിലും ഇത് നമ്മുടെ തന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു ഒരു തോന്നുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അതിന് കൊടുക്കേണ്ട ഒരു ബഹുമാനം വെച്ചുകൊണ്ട് അതിന് എന്ത് ചെയ്യുന്നു നേച്ചറിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മളൊരു കുളത്തിനെ നികത്തിയിട്ട് ഒരു വീട് വെക്കുന്നതാണെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളെല്ലാം മൊത്തത്തിൽ ഒരു കളക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ ഈ ഒരു നേച്ചറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മൾ ചെറിയൊരു പ്രോമിസ് എടുക്കുക, നമ്മുടെ ജീവിതത്തിൽ കഴിവതും നമ്മൾ നേച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്നുള്ള ചെറിയൊരു പ്രോമിസ് എടുക്കുക. ആൻഡ് അതുപോലെ തന്നെ ഇതിനെക്കാട്ടി പോസിറ്റീവായിട്ട് നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഏരിയയിൽ ഒരു ഗാർഡനെ വെച്ച് പിടിപ്പിക്കുക, ഒരു ചെറിയൊരു പുല്ലിനെ നടുക, അതുപോലെ തന്നെ ചെറിയൊരു ചെടിയെ നടുക, ഒരു ഫോറസ്റ്റിനെ വെച്ച് പിടിപ്പിക്കുക, ഒരു ഗ്രീൻ കവറിനെ നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയ അത് എവിടെയാണെങ്കിലും ഒരു ചെറിയൊരു ഗ്രീൻ കവറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ അങ്ങനെ നമ്മളൊരു ഫോറസ്റ്റിനെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഒരു ഗാർഡനെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഒരു മരത്തിനെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്കും നമ്മുടെ നാടിനും നമ്മുടെ ലോകത്തിനും നല്ലതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ ചെയ്യാൻ തുടങ്ങുക. അതുപോലെ തന്നെ ഇനി ഇതുപോലെ ഒരു നിസർഗ വരാൻ പാടില്ല എന്നുള്ളൊരു കാര്യം, നമ്മൾ നിസർഗ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഇത് ട്രൈ ചെയ്ത് തുടങ്ങാം. ഇതൊരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു പ്ലാസ്റ്റിക് കുപ്പികൾ ഇടുന്നത് ഒഴിവാക്കുക. ആൻഡ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കഴിവതും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ജലം അമൂല്യമാണ്, അതുപോലെ തന്നെ ജലം പാഴാക്കി കളയുന്നത് കഴിവതും കുറയ്ക്കുക. വെള്ളത്തിന് മിതമായിട്ടുള്ള അളവിൽ മാത്രം ഉപയോഗിക്കുക. ആൻഡ് അതുപോലെ തന്നെ വേറെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല, എനിക്ക് മൊത്തത്തിൽ ഇപ്പോൾ മൈൻഡിൽ കിട്ടിയിട്ടില്ല. ഇതുപോലുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ, നേച്ചറിനെ എങ്ങനെയൊക്കെ നമുക്ക് കൺസർവ് ചെയ്യാൻ കഴിയും, ആ ഒരു രീതിയിൽ ഇപ്പോഴേ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബെറ്ററായിട്ട് നമുക്ക് നേച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട്. ആൻഡ് ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട്, നേച്ചറിനെ കൺസർവ് ചെയ്യാനായിട്ട്, നേച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ, ആ ഒരു കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ലീവ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും. Until then, by Naseem signing off. Love you all. Take care.